ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മാസിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ റിവ്യൂ എടുത്തത്. റിവ്യൂ ഇടാനായിട്ട് കുറച്ച് സമയം വൈകി, കുറച്ച് തിരക്കുണ്ടായിരുന്നു. റിട്രോ സിനിമ, സൂര്യ, നടിപ്പിൻ നായകൻ സൂര്യയുടെ എടുത്തു പറയാനായിട്ട് കാർത്തിക് സുബ്രാജിൻ്റെ സിനിമ പേട്ട, ജിഗർത്തണ്ട എക്സ്, ഇത്രയും സിനിമകളാണ് ഈ സിനിമ കാണാനായിട്ട്. ഒറ്റ ഷോ ഉണ്ടായിരുന്നുള്ളൂ, രാവിലെ 9 മണിക്ക് 4K. പിന്നെ ഒക്കെ ഉള്ളു 2K ഷോ. അപ്പോൾ മേദിനമായിട്ട് ഈ മുടക്ക് കാരണം 9 മണിക്ക് തന്നെ പടത്തിൻ്റെ ഷോയ്ക്ക് കയറി. നിരാശ. എന്താ പറയുക, സൂര്യക്ക് എന്താ പറ്റിയ ഈ എൻ്റെ ആ ജയ്ഭീമൊക്കെ എത്ര നല്ല സിനിമയാണ്. ഇദ്ദേഹം ഒന്ന് സെലക്റ്റീവായി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന ഔട്ട്പുട്ട്. പക്ഷെ കാർത്തിക് സുബ്രാജിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഈ പടം ഒന്നും കൂടി മെച്ചപ്പെടുമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ കാർത്തിക് സുബ്രാജിന്റെ ഒരു വിധത്തിലുള്ള അദ്ദേഹത്തിന് മുൻ സിനിമയിലുള്ള ഒരു വിധത്തിലുള്ളതല്ല. എന്തൊക്കെയാണ് സിനിമ, ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ. പൂജ ഹെഗ്ഡെയൊക്കെ നായിക. പിന്നെ ഇതിൽ ഞാൻ എടുത്തു പറയേണ്ട മലയാളി ഇതിലുണ്ട്, നമ്മുടെ ജോജു ജോർജ് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല ആരെയും പറ്റിയിട്ട്. മഹേഷിന്റെ പ്രതികാരത്തിലെ വില്ലൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മലയാളത്തിലെ 1-2 പേര് മലയാളത്തിലുള്ള ആൾക്കാരെ എടുത്തിട്ടുണ്ട്. നാസർ ഉണ്ട്, പ്രകാശ് രാജ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, പേര് കേട്ട കുറേ ആൾക്കാരുണ്ട്. എന്നിട്ടും ഈ സിനിമയ്ക്ക് എന്താണ് ഇങ്ങനെ പറ്റിയതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഫാൻസുകാർക്കും എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ തുടരും തകർക്കുന്നത് കാരണം ഈ സിനിമ മുങ്ങിപ്പോവാനാണ് ചാൻസ്. എന്തായാലും ഇതാണ് എൻ്റെ സിനിമയെ പറ്റിയുള്ള റിവ്യൂ. ഞാൻ കൂടുതൽ മോശം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആദ്യ ദിനം തന്നെ മോശം പറഞ്ഞ് ആ സിനിമയെ തകർക്കുന്നു എന്നൊരു ഇതൊന്നുമില്ല. സൂര്യ ഇനി കിട്ടുന്ന റോളുകൾ, സംവിധായകൻ നല്ലതായിരുന്നു, കിട്ടുന്ന റോളുകളും കഥയും ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജെയ്മി പോലെയുള്ള സിനിമകൾ ഇനിയും സൂര്യയ്ക്ക് അഭിനയിക്കാൻ സാധിക്കും. അതിനുള്ള കഴിവുള്ള നടനാണ്. പക്ഷെ എന്തോ ഇങ്ങനെയുള്ളത് പോകുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മലയാളത്തിലെ മഹാനടൻ ജയറാം. ഇപ്പോൾ പല സൗത്ത് ഇന്ത്യൻ മൂവികളിൽ ഒരു കോമിക് താരം ആയിട്ടാണ് നമ്മുടെ ജയറാമിൻ്റെ അത്. മലയാളത്തിൽ അബ്രഹാം ഓസ്ലറിന് ശേഷം വിട്ടതാണ് പുള്ളിക്കാരൻ. അപ്പോൾ ആരെയും ഒന്നും കുറ്റം പറയുന്നില്ല, ആരെയും ഒന്നും എറിപ്പിക്കുന്നുമില്ല. ഇതാണ് എൻ്റെ ഇത്. മോശം എന്ന് പറയാനായിട്ട് എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നുണ്ട്. ഓക്കെ.